ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. മുരിങ്ങാക്കോലും തക്കാളിയും വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്ക് 2 മുരിങ്ങാക്കോലും ഒരു 2 തക്കാളിയും വേണം. ഞാൻ സെയിം അളവാണ് എടുത്തേക്കുന്നത്. ഒരു 5 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില എടുക്കണം. നമുക്കിത് ആദ്യം തന്നെ വേവിച്ചെടുക്കാം. അതിന് ഞാൻ ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് തക്കാളിയും മുരിങ്ങാക്കോലും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് വേവേണ്ട ആവശ്യമില്ല. നമുക്ക് മുരിങ്ങാക്കോലും തക്കാളിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇതിനായിട്ട് 1 മുറി തേങ്ങയും ഒരു 4 ചെറിയുള്ളിയും 2-3 കറിവേപ്പിലയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചാലാണ് നന്നായിട്ട് നമുക്ക് പേസ്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കോലും തക്കാളിയും ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കാവാൻ വേണ്ടിയിട്ട് അധികം ടൈമിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ 1 വിസിൽ അടുപ്പിച്ചാലും മതി, കാരണം ഇത് അധികം വേവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരച്ച് വെച്ചിരുന്ന മിക്സ് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന പാകമാവണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് വല്ലാണ്ട് തിക്കായിട്ടുള്ളൊരു കറിയല്ല, കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് വെട്ടിത്തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തിള വന്ന പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം. നമുക്ക് മറ്റൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ നല്ല സിമ്പിളാണ്, കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നാടൻ കറികളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ, താങ്ക്